ശബരിമല അടിക്കടി വിവാദങ്ങളിൽപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ എത്ര വിവാദങ്ങൾ ഉണ്ടായാലും ആ വിവാദങ്ങളെ മുഴുവൻ അതിജീവിക്കുന്ന ഒരു ആരാധനാലയമായി ശബരിമല മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ 1950 ശബരിമല തീവയ്പ് മുതൽ ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ഇപ്പോൾ വന്നു നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണവേട്ടയിൽ വരെ വന്നു നിൽക്കുമ്പോഴും ശബരിമല എല്ലാത്തിനെയും അതിജീവിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഇപ്പോൾ അടുത്ത സമയത്ത് ശബരിമല സന്ദർശനം നടത്താൻ പോകുന്നു. അപ്പോൾ വിവാദങ്ങളെ അതിജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ശബരിമല? സ്വാമി ശരണമയ്യപ്പ, എല്ലാം അയ്യപ്പൻ. ഇതിനൊക്കെ അതിജീവിക്കാനുള്ള ശക്തി, കഴിവ് അയ്യപ്പനുണ്ട്. പാദബലം എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് കയറുന്നത്. ആ പാദബലത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാറ്റിനെയും അയ്യപ്പൻ കാക്കും. കള്ളന്മാരല്ല, കൊള്ളക്കാരല്ല, സന്മനസ്സുള്ളവരെ അയ്യപ്പൻ കാക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യപ്പൻ ഓരോ സമയത്തും ശക്തി ആർജിച്ചു വരും. 1950 തീവെപ്പിൽ ആ തീവെപ്പ് അന്വേഷിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നു പറഞ്ഞിട്ട്. കേശവനാർ കമ്മീഷൻ ആയിരുന്നില്ലേ? ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നില്ല, ശരിയാണ്. പക്ഷേ ആ പാർട്ടിക്ക് വർഷങ്ങളായെങ്കിലും അപജയം, കമ്മ്യൂണിസം എന്നുള്ളതിന് അപജയം സംഭവിച്ചു ഇല്ലേ? പാർട്ടി ഉണ്ടാകാം, പക്ഷെ ആശയത്തിന് അപജയം സംഭവിച്ചില്ലേ? അതേപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും എലിവാല് വിഷയം ഉണ്ടായിരുന്നു. എവിടെ എത്തി? സത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞു. ശബരിമലയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു. അതേപോലെ തന്നെ ഡാം പൊട്ടും എന്നുള്ളത്, മുല്ലപ്പെരിയാർ ആളുടെ എണ്ണം കുറഞ്ഞു. ആ വർഷം മകരവിളക്ക് സമയത്ത് സന്നിധാനത്ത് ആരുമില്ലായിരുന്നു. അതെ, തമിഴ്നാട്ടിൽ നിന്നുള്ള വരവില്ലായിരുന്നു. തകർക്കാനുള്ള ശ്രമമായിരുന്നു. അതിൽ ആ വർഷം അവർ വിജയിച്ചു. അതെ, പക്ഷെ പിന്നീട് ആളുകളുടെ എണ്ണം അതിഗംഭീരമായിട്ടല്ല. ആ വർഷം വരേണ്ടിയിരുന്നവർ ഇരട്ടി വന്നു എന്നുള്ളതാണ്. അപ്പം ഇതേപോലത്തെ ഓരോ കാര്യങ്ങളിലും കുരിശു കൊണ്ടുവച്ചു. ജനങ്ങൾ മുഴുവൻ ഇളകി അതിനെതിരായി. പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സിനിമാ നടി ശ്രീകോവിലിനകത്ത്, അതെ, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തത്. അപ്പം ഈ നിലയ്ക്കുള്ള ആരോപണങ്ങൾ, തകർക്കാനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം അയ്യപ്പൻ അതിജീവിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ സംഭവത്തിലും എനിക്ക് തോന്നുന്നു അയ്യപ്പന് അവസാനം ഇതെല്ലാം നീ സത്യം എന്താണെന്നുള്ളത് പുറത്തു വരത്തക്ക രീതിയിൽ വരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അയ്യപ്പൻ അതിനെല്ലാമുള്ള ശക്തിയുണ്ട്. അയ്യപ്പൻ സംസാരിക്കാത്ത ആൾക്കാർക്ക് സംസാരശേഷി കൊടുക്കുന്ന എത്രയോ സംഭവങ്ങൾ ഓരോ കാലത്തും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പങ്കും ലംഘിതഗിരി എന്ന് പറഞ്ഞോണം മുടന്തനെ അയ്യപ്പൻ നടത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ നേരെ വരുന്ന ഈ വെല്ലുവിളിയെ അതിജീവിക്കുന്ന തരത്തിൽ അയ്യപ്പൻ ഇനി എനിക്ക് തോന്നുന്നു ഒരു താണ്ഡവം തന്നെ അയ്യപ്പൻ ആടും. അതിൻ്റെ ഭാഗമായിരിക്കാം ഈ ശബരിമല ശ്രീകോവിലിൻ്റെ അതിൻ്റെ നിർമ്മാണം, ആ വാസ്തുരീതി വളരെ കറക്റ്റാണ്. അതുകൊണ്ടാണ് ഈ വിവാദങ്ങളെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നത്. പരശുരാമനാൽ നിർമ്മിതമാണ്. പരശുരാമൻ മാത്തമാറ്റിക്സിൻ്റെ കാലനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ കണക്കുകൾ ശ്രീകോവിലിൽ ഇത്ര അടി, അതെ, ഏങ്കിളിന് ഇത്ര, ഓരോന്നിനുണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ആയിരിക്കും. കാരണം കൃത്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്തതെങ്കിൽ അത് കൃത്യമായിരിക്കും. അതായിരിക്കും അതിൻ്റെ പാവനത കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ശക്തിയായി അയ്യപ്പൻ്റെ ചിന്ത, മനുഷ്യനല്ല കേട്ടോ, എന്നാൽ ദൈവമാണ്, അത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പൻ്റെ നേരെ ഒന്നും ഏൽക്കാത്തത്. ആ പരശുരാമ നിർമ്മിതമായ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് അയ്യപ്പൻ്റെ നേരെ എന്ത് വന്നാലും അത് ഏൽക്കില്ല എന്ന് സത്യം. അതായിരിക്കും ഇപ്പം ശക്തമായിട്ട് അയ്യപ്പൻ എന്നും നിലനിൽക്കേണ്ട ഒരു കാരണം അതായിരിക്കും. ഇനി ഉദ്ദേശം അതിനും കൂടി തകർക്കാനുള്ളതായിരിക്കും പലർക്കും. പക്ഷെ അത് വിലപ്പോകുമെന്ന് തോന്നുന്നില്ല. ഈ തീർത്ഥാടന കാലത്ത് ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തീർത്ഥാടന കാലത്ത് തിരക്ക് കുറയും എന്ന് തോന്നുന്നുണ്ടോ?
കുറയില്ല. കാരണം കുറയാനുള്ളതായിരുന്നു ഇതുവരെയുള്ള പദ്ധതി. ഒരു 2 ആഴ്ച മുമ്പ് വരെ കുറയുന്നുള്ള തോന്നലുണ്ടായിരുന്നു. ഇപ്പം രാഷ്ട്രപതി വരുന്നു. അതെ. ഈ ഏറ്റവും പ്രശ്നം മുട്ടി നിൽക്കുന്ന സമയത്താണ് രാഷ്ട്രപതി വരുന്നത്. വ്യാപകമായി മഴയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും രാഷ്ട്രപതിയുടെ പരിപാടി ഈ സമയം വരെ ഏതായാലും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ രാഷ്ട്രപതി വരും എന്നുള്ളത് തന്നെ. ജനം ചിന്തിക്കും, അയ്യപ്പനെ തൊടാൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഭക്തന്മാർ ശബരിമലയിലേക്ക് ഒഴുകും ഈ പ്രാവശ്യം. ഈ ദേവസ്വം ബോർഡിനെ കണ്ടിട്ടോ മറ്റുള്ളതൊന്നല്ല. ഒന്നും പ്രതീക്ഷിക്കാതെ അയ്യപ്പൻ്റെ ശക്തി കൊണ്ട് ആ ശക്തിയെ വീണ്ടും പരിപോഷിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ഭക്തന്മാരും വരാൻ എല്ലാവിധ ചാൻസും ഈ പ്രാവശ്യം ഉണ്ട്. ആദ്യം ഒരു മാസം വരെ ചിന്തിച്ചിരുന്നത് ആൾക്കാർ വരില്ല ഈ ഒറ്റ എല്ലാ കാരണങ്ങളും കൊണ്ട്. പക്ഷേ ഈ പ്രസിഡന്റിൻ്റെ വരവും ഇതേപോലത്തെ ഈ സംഗതി വരുന്നതോട് കൂടിയിട്ട് അയ്യപ്പ ദർശനത്തിന് എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഒഴുകി എത്തും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതാണല്ലോ അയ്യപ്പ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ സ്പോൺസർമാരുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. കാരണം അയ്യപ്പന് വേണ്ടി കൊടുക്കുന്നതെല്ലാം ഇവരൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണല്ലോ, മോഷ്ടാക്കൾ. ഇപ്പൊ ഏറ്റവും അവസാനം അവിടെ വന്നിട്ടുള്ള സ്പോൺസർ എന്ന് പറയുന്നത് ഈ 18-ാം പടിക്ക് മുകളിൽ അതൊരു മേൽക്കൂര ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അങ്ങനെ മാറ്റി വയ്ക്കാവുന്ന തരത്തിൽ മഴ വരുമ്പോൾ അത് ക്ലോസ് ആക്കി കൊണ്ടുവരാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. അത് ചെന്നൈ സ്വദേശിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും അവസാനം. ഇനിയും പല കാര്യങ്ങൾക്കും സ്പോൺസർമാരെ സമീപിക്കുന്നുണ്ട്. ഈ സ്പോൺസറെ എപ്പോഴും ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതെ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എന്ന് ഉറപ്പായില്ലേ? അതെ. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് സർക്കാരുമാണ്. പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബിനാമികളും ഉണ്ട്. ഒന്നും വേണ്ട, ഏറ്റവും ചെറിയ കാര്യം എടുക്കാം. അപ്പം ഭക്ഷണം, അന്നദാനം എന്ന് പറഞ്ഞിട്ട് അത് സ്പോൺസർ ചെയ്യുന്നു. 10,000 പേർക്ക് അന്നദാനം എന്ന് പറഞ്ഞ ഒരാൾ സ്പോൺസർ ചെയ്താൽ വേറെ ആൾ തന്നെ ചെയ്യുന്നുണ്ടാവും. തീർച്ചയായും. എത്രയാണ് നടത്തുന്നത്? ഒരന്നദാനമേ നടത്തുന്നുള്ളൂ ഈ 10,000 പേരുടെ. ബാക്കി പൈസയോടെ പോണു. ബിനാമികളിൽ കൂടിയിട്ട് ഭരിക്കുന്നവർ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ കയ്യിൽ കൂടിയിട്ട് ഇത് എവിടേക്ക് പോകണമെന്ന് അറിയില്ലല്ലോ. ഇത് തന്നെയാണ് ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഗോപുരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇതിൻ്റെ വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ ബാക്കി പാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ പല ഭാഗത്തും നിർത്തിയിട്ടുണ്ടാവും. അത് വാങ്ങിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളുടെ നേരെയാണ് ഇപ്പോൾ എല്ലാവരും കാഴ്ച ചിന്തിക്കുന്നതെങ്കിലും നിരവധി ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സ്പോൺസേഴ്സ് കൂടുതലുണ്ടാവുമോ അവർ ചിന്തിക്കുന്നവരാണെങ്കിൽ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ദർശനത്തിന് എത്താൻ കഴിയാത്തവർ, ഇതര സംസ്ഥാനത്തുള്ളവർ ലക്ഷക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡിൻ്റെ ഈ അന്നദാന ഇതിനു വേണ്ടി സംഭാവന ചെയ്യുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് തന്നെ. ഇതിനൊന്നും തന്നെ കൃത്യമായ ഒരു കണക്കില്ല എന്നുള്ളത് അവർ തന്നെ പറഞ്ഞല്ലോ. ഓഡിറ്റിങ്ങിൽ അത് കണ്ടെത്തിയല്ലോ. ഇതിൻ്റെ ഒന്നും കണക്കില്ല. പിന്നെ കണക്ക് കൊടുക്കുന്നത് തന്നെ 1 മാസം 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം കൃത്രിമത വരുത്താൻ വേണ്ടിയുള്ള ശ്രമം ഇതൊക്കെ അറിയാതെയാണോ നടക്കുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെയല്ലോ നടക്കുക. അയാൾ എല്ലാവരും കൈ കഴുകുകയാണ്. എനിക്കിതൊന്നും അറിയാം, ശുദ്ധനാണ്, പരമശുദ്ധനാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇതായിരിക്കില്ല സത്യം. അതുകൊണ്ട് സ്പോൺസർമാരൊക്കെ കുറയും. കാരണം ശബരിമല വരുമാനം തന്നെ എനിക്ക് തോന്നുന്നു വക മാറ്റുന്നുണ്ട്. മാറ്റുമല്ലോ. അതും പറഞ്ഞല്ലോ, വരുമാനത്തിൻ്റെത് അവരെ കണക്കനുസരിച്ച് 300 കോടി 350 കോടി നേരിട്ടുള്ള വരുമാനം. പിന്നെ അനുബന്ധമായി നിരവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ എവിടെ? ആ വരുമാനമൊക്കെ എവിടെ? അതിൻ്റെ കണക്കില്ല, ഒന്നിൻ്റെയും കണക്കില്ല. ഈ ലേലം ചെയ്ത് കൊടുക്കുന്നു സ്ഥാപനങ്ങൾ, അതിൻ്റെ കമ്മീഷൻ പറ്റുന്നത് എത്രയാണ് കൊടുക്കുമ്പം? അതെ, അവരാഗ്രഹിക്കുന്ന ആൾക്കാർക്കേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം കമ്മീഷൻ പറ്റുന്നു, തറവാടക വാങ്ങിക്കുന്നവർക്ക് അതിനോടനുബന്ധിച്ചിട്ട് വേറെ ചില കാര്യങ്ങൾ നടത്തുന്നു. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരും ബാക്കിയുള്ളവർ അറിഞ്ഞുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. എന്നിട്ട് സൗകര്യങ്ങളിട്ട് വർദ്ധിപ്പിക്കുന്നുമില്ല. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചേങ്കോട്ടുകുണം സ്വാമി സത്യാനന്ദ സരസ്വതി അരിയാരാസനം പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി.
ഒരു സാധനവും നശിപ്പിക്കാതെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ചെയ്യിപ്പിക്കാം അതേപോലെ പോയാൽ ആ പേപ്പർ പോലും ഇവർ കളഞ്ഞില്ലേ. പക്ഷെ ശബരിമലയിലെ ഈ വികസനമൊന്നും ആവശ്യമില്ല. ആ ഉള്ള സൗകര്യം ഉള്ള മതി. സൗകര്യങ്ങൾ ഈ ദർശന സൗകര്യം കൂട്ടിക്കൊടുക്കുക, ഭക്തന് സുഗമമായ രീതിയിൽ അതെ അദ്ദേഹത്തെ അതിൽ ഉദ്ദേശിച്ചതായിരുന്നു ആ പദ്ധതിയിൽ കൂടിയിട്ട്. അതെ. ഒരൊറ്റ മരങ്ങൾ പോലും മുറിക്കണ്ട, അതിൽ അത് വ്യക്തമായിട്ട് ഇതുണ്ട്. ഒറ്റ മരം പോലും മുറിക്കണ്ട, അതേസമയം ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും. അല്ല, വനം വകുപ്പിന് എന്തായാലും 1 ഇഞ്ച് ഭൂമി പോലും അതെ. വിട്ടുകൊടുക്കത്തില്ല. വിട്ടുകൊടുക്കില്ല ഇനി. ആ. കാരണം അന്നത്തെ പദ്ധതി അനുസരിച്ച് അത്ര ആ. മതിയായിരുന്നു, ഇപ്പം കൊടുത്തത് തന്നെ മതിയായിരുന്നു. പക്ഷേ ഇവരതിനൊന്നും തയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ടാണ് കോൺക്രീറ്റ് ബിൽഡിംഗ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പദ്ധതി അതൊക്കെയാണല്ലോ. ഇതിനൊക്കെയാണ് അവർ സ്പോൺസേഴ്സിനെ കണ്ടെത്തി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി സ്പോൺസർമാർ ബുദ്ധിയുള്ളവരാണെങ്കിൽ കൊടുക്കില്ല ഇവരുടെ കയ്യിൽ. അല്ലെങ്കിൽ അവർ നേരിട്ട് വന്നിട്ട് ചെയ്യണം, നേരിട്ട് വന്ന് നിന്നിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കോടതി കുറച്ചുകൂടിയിട്ട് ഒന്ന് പിടുത്തം പിടിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.